ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് സ്ഥിരം 4 മണി പലഹാരമായ പഴയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പഴം ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് ചേർത്തന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് ഒന്ന് ചേർത്ത് കൊടുത്ത് കൈവച്ച് നന്നായിട്ട് കനം കുറച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കനമൊക്കെ ആക്കാവുന്നതാണ്. നല്ല കനം കുറച്ച് പരത്തിയാൽ നല്ല മൊരിഞ്ഞ് കിട്ടും. നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് നമുക്ക് 2 സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു മറുവശത്ത് കൊണ്ട് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ചെറു തീയിൽ നന്നായിട്ട് മൊരിച്ചെടുക്കുക. വളരെ ടേസ്റ്റിയുള്ളൊരു 4 മണി പലഹാരമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോക്കി അതിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ 4 മണിക്കൊക്കെ പിള്ളേർക്ക് പെട്ടെന്ന് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ല അടിപൊളി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.